കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. വിധി കേട്ട് നടുങ്ങിത്തരിച്ചിരിക്കുകയാണ് കേരളം. പ്രതീക്ഷയ്ക്കൊത്ത ഒരു വിധിയല്ല സെഷൻസ് കോടതിയിൽ നിന്നുണ്ടായത്. ബലാത്സംഗ കേസിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഇപ്പോൾ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സമൂഹത്തിന്റെ പല കോണിൽ നിന്നും വിമർശനങ്ങൾ ഉയരുകയാണ്. അതിനിടയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധിക്ക് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പ്രശസ്ത ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ്. പെണ്ണിന്റെ മാനത്തിന് 5 ലക്ഷം രൂപയാണോ വില എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിച്ചത്. ഇതെന്ത് രാജ്യമാണെന്ന് തോന്നിപ്പോകുന്നു. നിയമത്തിന് മുന്നിൽ ഇത് ചെയ്തവരെല്ലാവരും നിഷ്കളങ്കരും, അവൾ വലിയ കുറ്റക്കാരിയുമാണ് എന്ന പോലെയാണ് എന്നും ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കുട്ടികളോട് കുറുമ്പ് കാണിക്കരുതെന്ന് പറഞ്ഞ് ശാസിക്കുന്നത് പോലെയാണ് വിധി കേട്ടിട്ട് തോന്നുന്നത് എന്നും ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6 മണി കഴിഞ്ഞാൽ പെൺകുട്ടികളെല്ലാം വീട്ടിലിരുന്നോളൂ, കുറ്റക്കാർക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ ലഭിക്കൂ എന്ന തെറ്റായ സന്ദേശമാണ് വിധി നൽകുന്നത് എന്നും അവർ പറഞ്ഞു. ശിക്ഷാവിധിയിൽ പൂർണ്ണ നിരാശയാണ് എന്നും ഭാഗ്യലക്ഷ്മി വിധിച്ചിരിക്കുകയാണ്. പല സിനിമാ മേഖലയിലുള്ള പല ആളുകളും, അതിജീവിതയെ പിന്തുണയ്ക്കുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ പുറത്തോട്ട് പറയുന്നത്. കാരണം ശിക്ഷാവിധിയിൽ തൃപ്തിയില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തറപ്പിച്ചു പറയുകയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ടത് മുതൽ ഇപ്പോൾ ഇന്നുണ്ടായ ശിക്ഷാവിധി അടക്കം അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്നത് ഊന്നി ഊന്നി പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുകയാണ്. ബലാത്സംഗ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇപ്പോൾ സെഷൻസ് കോടതി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം പല കോണിൽ നിന്നും ഉയരുന്നു. കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് കോടതി വിധിച്ചത്. കൂട്ടബലാത്സംഗം എന്ന കുറ്റം തെളിഞ്ഞതിനാൽ പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇത് കണക്കിലെടുക്കാതെയാണ് കോടതി വിധിച്ചത്. കൂട്ടബലാത്സംഗ കുറ്റത്തിനുള്ള ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് 20 വർഷം കഠിന തടവ്. പ്രായം, കുടുംബ പശ്ചാത്തലം എന്നിവ പരിഗണിച്ചാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ശിക്ഷ വിധിച്ചത്. പ്രതികൾ വിചാരണ തടവിൽ കഴിഞ്ഞ കാലം ശിക്ഷയിൽ നിന്ന് കുറയ്ക്കുമെന്നും വിധിയിൽ പറയുന്നു. ഇതോടെ പ്രതികൾ ഇനി ജയിലിൽ കഴിയേണ്ട കാലാവധി പിന്നെയും കുറയുകയാണ്. കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിക്ക് ഇനി വെറും 13 വർഷം മാത്രം ജയിലിൽ കഴിഞ്ഞാൽ മതി. ഇത്രയും ക്രൂരമായ ഒരു പീഡനം കേരളത്തിലെ, മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്കുണ്ടായിട്ട് ഇത്രയും രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ഞെട്ടിക്കുന്നതാണ് എന്നാണ് ചില പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നു.